Hi everyone. എൻ്റെ പേര് മേഴ്സി മോനച്ചൻ. മദേഴ്സ് ടച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് ചാനലാണ് കുക്കിങ്ങിൻ്റെ. ഇതിനകത്ത് നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളുടെയും കോണ്ടിനെൻ്റലായിട്ടുള്ളതും അറബിക് കൺട്രിയുടെയും പല റെസിപ്പികൾ നമ്മൾ നമ്മുടെ വീട്ടിലെ വിഭവങ്ങൾ വെച്ച് നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന സുലഭമായിട്ടുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് തയ്യാറാക്കാം. സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെ വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പികളാണ് ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടെ കാണിക്കുന്നത്. ഇന്ന് എൻ്റെ ഫസ്റ്റ് കുക്കിങ്ങിന് ഞാൻ എടുത്തിരിക്കുന്നത് പ്രോൺസ് വിത്ത് ഗാർലിക് ആൻഡ് മിൽക്ക്. പ്രോൺസ് ഫ്രൈക്ക് വേണ്ടിയുള്ളത് നമ്മൾ പ്രോൺസ് ഞാൻ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുവാണ്. എല്ലാവർക്കും അറിയാമല്ലോ പ്രോൺസ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ ഇതിൻ്റെ ഈ അറ്റം മാത്രം ഞാൻ കളഞ്ഞിട്ടില്ല, ഇവിടുന്ന് ഒരു ഷെല്ല് വെച്ച്. കാരണം ചില പ്രോൺസിന് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് നെർവ്, അത് രണ്ടും ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇത് കടലമാവിൽ ചിലർ കുതിർത്ത് വെച്ച് ഉപ്പും കടലമാവും കൂടെ സോക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് 5 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ ക്ലീൻ ചെയ്തത്. കാരണം അങ്ങനെ എടുക്കുമ്പോൾ പ്രോൺസിൻ്റെ സ്മെല്ല് മാറിക്കിട്ടും. എന്നിട്ട് ഈ പ്രോൺസ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പ്രോൺസും നമ്മൾ ചൂട് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഇതൊന്ന് ചുരുങ്ങും. അതിനു വേണ്ടി ഞാൻ ഈ പ്രോൺസിന്, കാരണം ഈർക്കിലൂടെ കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ ടൂത്ത് പിക്ക് എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന പ്രോൺസിനെ നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ട് ഈ വളഞ്ഞിരിക്കുന്ന ഭാഗത്തുകൂടി നമ്മൾ ഈ സ്റ്റിക്ക് നമ്മൾ കയറ്റുക. കണ്ടില്ലേ? കാരണം ഇതിൻ്റെ ഇങ്ങനെ ഞാൻ സ്റ്റിക്ക് കയറ്റുമ്പോൾ ഇത് നിവർന്നിരിക്കും. അപ്പം ഒരു സ്റ്റിക്കും കൊണ്ട് ഇത് നിവർന്നില്ലെങ്കിൽ നമുക്ക് എടുക്കാം. കാരണം ഈ ഭാഗത്തൂടെ, കാരണം ഈ വളഞ്ഞിരിക്കുന്ന ഭാഗത്ത് വേണം അതിന് സപ്പോർട്ട് കിട്ടാൻ. സപ്പോർട്ട് കിട്ടുമ്പോൾ ഈ ടൈലും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഇവിടുത്തെ വെയിറ്റ് കൊണ്ട് ഇത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കും. ഇത് ഫ്രഷ് മിൽക്കാണ്. ഈ ഫ്രഷ് മിൽക്കിലേക്ക് ഒന്നും ഇടണ്ട, ഉപ്പോ ഒന്നും ഇടണ്ട. ഈ ഫ്രഷ് മിൽക്കിലേക്ക് നമ്മൾ 15 to 20 മിനിറ്റ്സ് 20-25 മിനിറ്റ്സ് നമുക്ക് ഇത് സോക്ക് ചെയ്ത് വെക്കണം. കാരണം ഇത് സോക്ക് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ പ്രോൺസ് നല്ല സോഫ്റ്റ് ആവും. ഓക്കെ, ഇത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പാലില്. ഞാൻ ഓൾറെഡി പറഞ്ഞു, പാലിൽ നമ്മൾ മുക്കി വെക്കുമ്പോൾ ഇത് സോഫ്റ്റ് ആകും. നമ്മൾ ലെമണിലോ വിനീഗറിലോ നമ്മൾ ഇത് പ്രോൺസോ ഏത് മീറ്റ് ഐറ്റം നമ്മൾ മുക്കി വെച്ചാൽ അത് ഹാർഡ് ആകത്തേ ഉള്ളൂ. സോഫ്റ്റ് ആകാനും പിന്നെ ഇതിൻ്റെ പ്രോൺസിൻ്റെ സ്മെല്ല് പോകാനും അയഡിൻ്റെ റേറ്റ് കുറയാനും വേണ്ടിയാണ് നമ്മൾ മിൽക്കിൽ നമ്മൾ സോക്ക് ചെയ്യുന്നത്. ഇത് ഫ്രൈ ചെയ്യുവാനും വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത്. ഗാർലിക് പൗഡർ, ഇത് ഹോം മെയ്ഡാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്, ഒരു മായവും ചേരാണ്. ഇത് കുരുമുളക് പൊടി, ഉപ്പ്, മൈദ, കോൺഫ്ലവർ, ബ്രെഡ് ക്രംസ് അതിൻ്റെ മുട്ട, 2 മുട്ട പതപ്പിച്ചതാണ്. എങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിന് ആവശ്യമുള്ള മൈദപ്പൊടി 4 to 5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് പിന്നെ എടുക്കാം. നമ്മുടെ ഇതിൻ്റെ പേര് തന്നെ നമ്മൾ ഡീപ് ഫ്രൈ വിത്ത് മിൽക്ക് ആൻഡ് ഗാർലിക് എന്നാണ്. അപ്പം നമുക്ക് ഗാർലിക് പൊടി ഇച്ചിരി കൂടുതലിടാം, 2 ടീസ്പൂൺ. പിന്നെ കുരുമുളക് എല്ലാവർക്കും ഇഷ്ടമാണ് തോന്നുന്നു, നമ്മുടെ എരിക്കനുസരിച്ച്. ഞാനിതിനകത്ത് 2-3 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്. എല്ലാ പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യും. അതിനുശേഷം ഞാൻ ഓരോ പ്രോൺസ് എടുത്ത് 1-2 കുഴപ്പമില്ല
പ്രോൺസ് എടുത്ത് നമ്മൾ നല്ലതായിട്ട് ഇതിനകത്തൊന്ന് മാരിനേറ്റ് ചെയ്യും. കുരുമുളകും എല്ലാ പ്രോൺസും ഞാൻ നമ്മുടെ ഈ പൗഡറിൽ ഞാൻ മുക്കി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുട്ടയ്ക്കകത്ത് നമ്മൾ മുട്ട പതപ്പിച്ച് വെച്ചതിനകത്ത് നല്ലതായിട്ട് ഇത് സോക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കോൺഫ്ലോറിലൊക്കെ മുക്കിയെടുക്കുക. നല്ലതായിട്ട് കോൺഫ്ലോർ പിടിക്കണം. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം പിന്നെ നമ്മൾ മുട്ടയിലേക്ക് മുക്കുക. മുക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ മുക്കുന്നത് ബ്രെഡ് ക്രംസിലേക്കാണ്. നല്ല ഫൈനായിട്ട് നമുക്ക് ഫുൾ കവേർഡായിട്ട് നമുക്ക് കിട്ടി. നല്ല രീതി എന്നിട്ട് നമ്മൾ അടുത്ത പ്ലേറ്റിലേക്ക് മാറ്റും. ഞാൻ ഇപ്പോൾ കോട്ടിങ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഡീപ് ഫ്രൈ ആണ്. ഇനി ഞാൻ അത് ചെയ്യാൻ പോവാണ്. സ്റ്റൗ കത്തിച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചു. കാരണം ഡീപ് ഫ്രൈ ആണെന്നല്ല, നല്ലതായിട്ട് ചൂടാകട്ടെ. എന്നിട്ട് നമ്മൾ ഈ കോട്ടിങ് ചെയ്ത് വെച്ച ഓരോ പ്രോൺസായിട്ട് നമ്മൾ ഇതിൽ എടുത്തിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കും. എണ്ണ ചൂടായി. നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. മീഡിയം ഫ്ലെയിമിലിടുമ്പോൾ വലിയ, കാരണം പ്രോൺസിനധികം വേവില്ല. നല്ല ക്രിസ്പിയായി വരുന്നുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവും. കാരണം ബ്രെഡ് ക്രംസും അകത്ത് രണ്ട് കോട്ടിങ്ങും ഉണ്ട്. അതുകൊണ്ട് നല്ല 5 മിനിറ്റ്സ് നല്ല കളറുണ്ട്. കാരണം നമ്മൾ ആ ടൂത്ത് പിക്ക് ഞാൻ ഇതിനുള്ളിൽ കുത്തിക്കൊണ്ടാണ് നല്ല സ്ട്രെയിറ്റിൽ വന്നിരിക്കുന്നത്. കഴിക്കുമ്പോൾ അത് എടുത്ത് മാറ്റിയതിന് ശേഷം കഴിക്കണം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി അത് നമ്മുടെ എണ്ണയിൽ നിന്നും കോരുവാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ പ്രോൺസ് ഫ്രൈ റെഡിയായി വിത്ത് മിൽക്ക് ആൻഡ് ഗാർലിക്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വെരി ടേസ്റ്റിയാണ്. കാരണം മിൽക്കിൽ നമ്മൾ സോക്ക് ചെയ്ത് വറക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാൻ ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അടുത്ത റെസിപ്പിയായിട്ട് വരുന്നിടം വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.